നന്നായിട്ട് അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. നന്നായിട്ട് കോർട്ടിൽ പ്രസന്റ് ചെയ്യുകയും നന്നായിട്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ബിസിയുള്ള ആളായിരുന്നു. പിന്നീട് ആരോ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം പുള്ളിക്ക് കേസും വേണ്ട, കോർട്ടിലേക്ക് പോകാനും താല്പര്യമില്ല, നിരന്തരമായിട്ടിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാനും, അങ്ങനെയുള്ള ലോ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കഴിയില്ല. നല്ല പ്രാക്ടീസ് ഉള്ള ഒരു വക്കീൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വേണ്ടാന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് എന്തായാലും ചിന്തിക്കൂ ഇത് എന്ത് പറ്റി ഈ ഇദ്ദേഹത്തിനെന്ന്. സാധാരണ നമുക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ്. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ നിർബന്ധിച്ച് വക്കീലാക്കിയതാണെങ്കിൽ ഓക്കെ, അവന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഇതങ്ങനെയല്ല, വളരെ എനർജറ്റിക് ആയിട്ട് വളരെ ഇത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരാൾക്ക് ഇങ്ങനെ വരും. ഈ ആഭിചാരം തന്നെ ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്ന് രൂപത്തില്, പൊടി രൂപത്തില്, ലിക്വിഡ് രൂപത്തില്, അതൊക്കെ പല രീതിയിലാണ്. അപ്പൊ അത് പല ഔഷധ കൂട്ടുകൾ പ്രത്യേക അനുപാതത്തില് പ്രത്യേക മന്ത്രോച്ചാരണങ്ങളില് കൂടിയൊക്കെ ചെയ്തിട്ട് അത് ആ വ്യക്തി അറിയാതെ കൊടുക്കുന്നതാണ്. അതിനാണ് കൈവിഷം എന്ന് പറയുന്നത്. അപ്പൊ കൈവിഷം ഉള്ളിൽ ചെന്ന ആളിന് വർഷങ്ങളോളം അയാൾ രക്ഷപ്പെടില്ല. അതാണ് അതിന്റെ ആ കൈവിഷം ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ഈ വ്യക്തിക്ക് എത്ര ദശാകാലങ്ങൾ പോയാലും, ദശാകാലങ്ങൾ മാറി മറിഞ്ഞു വരും. ചിലപ്പോ നല്ല ശുക്രന്റെ മാളവീയ യോഗമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നല്ല രാജയോഗമുള്ള ആളായിരിക്കാം. പക്ഷെ ഈ യോഗങ്ങളൊന്നും അയാൾക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടാവാതെ വരും. അത് ഇത് ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പല മാർഗങ്ങളിലൂടെ നമുക്ക് മന്ത്രജപങ്ങളിലൂടെയും ഉള്ളിലോട്ട് തന്നെ അതിനെ മാറ്റുന്ന, അതിനെ എതിർക്കുന്ന രീതിയിലുള്ള പ്രതിക്രിയകളുണ്ട്. അതായത് പ്രത്യേകതരം മന്ത്രങ്ങൾ തന്നെ ഉച്ചരിച്ച് നെയ് ജപങ്ങള്, പ്രത്യേക മന്ത്രത്താൽ നെയ് ജപിച്ച് ഈ വ്യക്തിക്ക് കൊടുക്കുക. അപ്പൊ ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ഇത് നിർവീര്യമായി പോവുക. അതിനോടൊപ്പം തന്നെ ഔഷധങ്ങളുണ്ട്. അത് സാധാരണ ആയുർവേദ ഷോപ്പുകളിലും ഒക്കെ കിട്ടുന്നുണ്ട്. സാധാരണ അത് സംഹിതകളിലുള്ളതാണ്, ആയുർവേദ സംഹിതകളിലുണ്ട്. അപ്പൊ ആദ്യകാലം തുടങ്ങിയ ഈ സംഭവം ഉള്ളത് കൊണ്ടാണ് ആ സംഹിതകളിൽ ഇത് വന്നത്. ഇതിപ്പോ എല്ലാവരും അങ്ങനെ ഇല്ല എന്ന് പറയുന്നത്, അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ആയുർവേദം സത്യമാണെങ്കിൽ അതിന്റെ താളിയോലകളിൽ ഇത് വരില്ലല്ലോ. അപ്പൊ ഉണ്ട് ഇത്. അപ്പൊ അതനുസരിച്ച് മന്ത്രങ്ങൾ കൊണ്ടും പിന്നെ പ്രതിക്രിയകളാകാൻ പറ്റുന്ന മന്ത്രങ്ങളുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.